ബൈബിൾ പഠന മാർഗനിർദ്ദേശങ്ങൾ ഭാഗം 10. ജീവസന്ദേശം. ഒരു സമയത്ത് നമുക്കൊക്കെ ഒരു കാര്യത്തിൽ മാത്രമേ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ കഴിയൂ എന്നതൊരു വാസ്തവമാണില്ലേ? ഇപ്പോൾ തന്നെ താങ്കൾ ഈ പ്രോഗ്രാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇതേ സമയത്ത് വേറെന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ താങ്കൾ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെന്നുള്ളത് വാസ്തവമാണ്, എന്നാൽ ശ്രദ്ധിക്കുന്നില്ല. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ദൈവത്തിന് നമ്മോട് പറയുവാനുള്ളത് കേൾക്കുവാൻ, ശ്രദ്ധിക്കുവാൻ, ചിന്തിക്കുവാൻ നാം എടുക്കുന്ന സമയമാകുന്നു ധ്യാന സമയം എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ വിഷയത്തെക്കുറിച്ച് കഴിഞ്ഞ ചില ദിവസങ്ങളിൽ നാം ചിന്തിക്കുകയുണ്ടായി. ഒന്നാമതായി ദൈവത്തിന്റെ തിരുവചനമാകുന്ന ബൈബിളിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നാം ചിന്തിക്കുകയുണ്ടായി. പിന്നീട് ബൈബിൾ പഠിക്കുവാനുള്ള ഒരു ലളിത മാർഗത്തെക്കുറിച്ച് ഞാൻ പറയുകയുണ്ടായി. ഓർക്കുന്നുണ്ടല്ലോ, ദൈവവചനം പഠിക്കുവാനുള്ള ലളിതമായ മാർഗം. ഞാൻ ഇതിനോടകം പല പ്രാവശ്യം പറഞ്ഞു, ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും നല്ല അധ്യാപകൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാകുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുമ്പോൾ അതിനേക്കാൾ ഭംഗിയായി നമ്മെ പഠിപ്പിക്കുവാൻ വേറെ ആരും ഈ ഭൂമിയിൽ ഇല്ല. ദൈവവചനം പഠിക്കുവാൻ നാം പ്രാർത്ഥനയോടെ ആരംഭിക്കണമെന്നും നാം ക്രമമായി വായിക്കണമെന്നും ദൈവവചനം നാം മറ്റ് പുസ്തകങ്ങൾ അഥവാ മറ്റുള്ളവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അത് നാം പഠിക്കണമെന്നും അത് മനസ്സിലാക്കി കഴിയുമ്പോൾ ദൈനംദിന ജീവിതത്തിൽ അനുസരിക്കുവാനുള്ള മനോഭാവം ഉണ്ടാകണമെന്നും ഒടുവിലായി നാം പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുകയും ചെയ്യണമെന്നുള്ള ലളിതമായ മാർഗം ഞാൻ പറഞ്ഞത് ഓർക്കുമല്ലോ. ഇത് മറന്നുപോകരുത്. അത് പഠിച്ചതിന് ശേഷം പ്രതിദിന ധ്യാന സമയത്തിന്റെ പ്രാധാന്യവും അത് ചെയ്യുന്ന വിധവും നാം ചിന്തിക്കുകയുണ്ടായി. മറക്കരുത്, ദൈവത്തിന്റെ ആലോചന കേട്ടനുസരിക്കുന്നതാണ് ഓരോ മനുഷ്യനും ചെയ്യുവാൻ കഴിയുന്ന അതിമഹത്തായ ഒരു കാര്യം. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള കരുതൽ എപ്പോഴും നമ്മുടെ നന്മയാണ്. ഇത് ഞാൻ വീണ്ടും പറയുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള കരുതൽ എപ്പോഴും നമ്മുടെ നന്മയ്ക്കാണ്. അതുകൊണ്ട് ദൈവത്തിന് തന്റെ വചനത്തിലൂടെ നമ്മോട് പറയുവാനുള്ളത് ഒരു ദിവസം പോലും നാം മുടക്കരുത്. ശാന്തമായിരുന്ന് ശ്രദ്ധിക്കുവാനുള്ള തയ്യാറെടുപ്പോടെ നാം അത് ശ്രദ്ധിക്കുക, അവ അനുസരിച്ച് അനുഗ്രഹം പ്രാപിക്കുക. അർത്ഥവത്തായ ധ്യാന സമയത്തിന് ആവശ്യമായ 4 കാര്യങ്ങൾ ഞാൻ പറയുകയുണ്ടായി. ഓർക്കുമല്ലോ, എനിക്കറിയാം നിങ്ങളിൽ പലരും ഇതിനോടകം നിങ്ങളുടെ ഓരോ ദിവസവും ധ്യാന സമയത്തോടുകൂടി ആരംഭിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞുവെന്ന്. തീർച്ചയായും അത് താങ്കളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും കാരണമായി തീർന്നിട്ടുണ്ട് എന്ന് എനിക്കറിയാം. തീർച്ചയായും അത് താങ്കളുടെ കുടുംബത്തിന്, താങ്കളുടെ വ്യക്തിപരമായ ജീവിതത്തിന്, താങ്കളായിരിക്കുന്ന സമൂഹത്തിന്, ജോലി ചെയ്യുന്ന രംഗങ്ങളിൽ താങ്കൾ ഒരു അനുഗ്രഹമാകുവാൻ മുഖാന്തരമാകും. അത് അനുഭവിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ അനുഭവം നിങ്ങൾക്കുണ്ട് എങ്കിൽ അത് എന്നെക്കൂടി എഴുതി അറിയിക്കുവാൻ മറക്കരുതേ. അർത്ഥവത്തായ ധ്യാന സമയത്തിന് ആവശ്യമായ 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ഒന്നാമതായി, ശരിയായ മനോഭാവത്തോടെ നാം ആരംഭിക്കണം. പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കുന്നതിനെക്കുറിച്ച് നാം വിശദമായി ചിന്തിക്കുകയുണ്ടായി. ആ ഭാഗത്തേക്ക് ഞാൻ പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. 2, ഒരു പ്രത്യേക സമയം സ്ഥിരമായി തിരഞ്ഞെടുക്കണം എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് രാവിലെയും നാളെ ഉച്ചയ്ക്കും നാളെ കഴിഞ്ഞ് അർദ്ധരാത്രിയിലും അങ്ങനെ വിവിധങ്ങളായ സമയത്ത് നാം ചെയ്താൽ ഒരു ചിട്ടയും ഇല്ലാത്ത വിധം നാം പോകും. തന്മൂലം അത് ക്രമമായി ചെയ്യുവാൻ നമുക്ക് സാധിക്കാതെ വരും. അതുകൊണ്ട് ഒരു പ്രത്യേക സമയം വേണം, സ്ഥിരമായ ഒരു പ്രത്യേക സ്ഥലം. കഴിവുള്ളിടത്തോളം യാത്ര ചെയ്യുന്നവർക്ക് അത് ബുദ്ധിമുട്ടാണ്. എന്നാൽ തന്നെ നാം വീട്ടിലായിരിക്കുമ്പോൾ നമുക്ക് സ്ഥിരമായ ഒരു സ്ഥലം അതിനു വേണ്ടിയിട്ടുണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ്. വീണ്ടും ഞാൻ പറഞ്ഞു, ലളിതമായ ഒരു പദ്ധതി പ്രകാരം നാം ദൈവവചനം വായിക്കുകയും പഠിക്കുകയും ധ്യാന സമയത്തിൽ പങ്കെടുക്കുകയും ചെയ്യണമെന്ന്. ആ ലളിതമായ പദ്ധതിയും ഞാൻ പറയുകയുണ്ടായല്ലോ. വീണ്ടും ഞാനത് ഓർപ്പിക്കുകയുണ്ടായി.
മറന്നു പോകരുത്. ഇത് കേട്ട് അങ്ങനെ രസിക്കുവാനുള്ളതല്ല. പ്രായോഗിക ജീവിതത്തിൽ നാം അത് കൊണ്ടുവരുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നത്, സന്തോഷപൂർണമാകുന്നത് കാണുവാൻ സാധിക്കും. ഇതെല്ലാം ചെയ്താലും മിക്കപ്പോഴും നമുക്ക് അർത്ഥവത്തായ ഒരു ധ്യാന സമയം സാധിക്കാതെ വരുന്നു എന്നുള്ളത് താങ്കൾ ഇപ്പോൾ ചിന്തിക്കുവാൻ ആരംഭിച്ചു കഴിഞ്ഞു. ഞാൻ എത്ര പരിശ്രമിച്ചു, പക്ഷെ ഒരു പ്രയോജനവുമില്ല. ഞാൻ 2 ദിവസം അതങ്ങനെ കൊണ്ടുപോകും, പിന്നീട് യാതൊരു അർത്ഥവുമില്ലാത്തതുപോലെ വല്ലപ്പോഴുമൊക്കെ ചെയ്യുന്നു. ഇതിന്റെ കാരണം എന്താ? ഞാൻ ആദ്യം പറയാം. ഇതിന്റെ കാരണം സാത്താൻ ഒരിക്കലും ഇത് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ എങ്ങനെയെങ്കിലും മുടക്കുവാൻ അവൻ എപ്പോഴും ശ്രമിക്കുന്നു. ഒരു വിശുദ്ധനായ മനുഷ്യൻ ഇപ്രകാരം പറയുകയുണ്ടായി: നാം പാടുമ്പോൾ സാത്താൻ കൂടെ പാടുന്നു, നാം പ്രസംഗിക്കുമ്പോൾ സാത്താൻ കൂടെ പ്രസംഗിക്കുന്നു, നാം പ്രാർത്ഥിക്കുവാൻ മുട്ടുമടക്കുമ്പോൾ സാത്താൻ വിറയ്ക്കുന്നു എന്ന്. ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവശബ്ദം കേൾക്കുവാനും അത് അനുസരിക്കുവാനുള്ള മനോഭാവത്തോടുകൂടി നാം ആയിരിക്കുമ്പോൾ സാത്താൻ തീർച്ചയായും വിറയ്ക്കും. കാരണം അവൻ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങളല്ല നാം ചെയ്യുന്നത്. ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതെപ്പോഴും സാത്താൻ എതിരാണ്. അതുകൊണ്ട് അവൻ നാം അതുപോലെ ഒരു സമയത്ത് ആയിരിക്കുവാൻ ഒരിക്കലും അനുവദിക്കുന്നില്ല. അവനതിഷ്ടമല്ല. അതുകൊണ്ട് എല്ലാ തടസ്സങ്ങളും കൊണ്ടുവരും. ഇത് വെറുതെ പറയുന്നതല്ല, യാഥാർത്ഥ്യമാണ്, മറന്നുപോകരുത്. അനുഭവിച്ചിട്ടുള്ളവർ തീർച്ചയായും ഞാൻ പറഞ്ഞത് വാസ്തവമെന്ന് സമ്മതിക്കും. അനുഭവിക്കാത്തവർ ഇല്ല എന്ന് തന്നെ ഞാൻ പറയട്ടെ. നാം അങ്ങനെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന സാധാരണ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണില്ലേ? അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ശരിയായി മനസ്സിലാക്കി അതിനെ നേരിടുവാനായിട്ട് സാധിക്കും. ഒന്നാമതായി, ജീവിതത്തെ ഈ പറഞ്ഞതുപോലെ ഒരു ധ്യാന സമയ ചിട്ടയിൽ കൊണ്ടുവരുവാൻ കഴിയുന്നില്ല. അനേകർക്കുമുള്ളൊരു പ്രശ്നമാണ്. പ്രഭാതത്തിൽ കിടക്കയിൽ നിന്ന് ഒന്ന് എഴുന്നേറ്റ് കിട്ടുന്നതാണ് അനേകർക്കുമുള്ള പ്രശ്നം. നാം രാവിലെ ഉണർന്നു കഴിഞ്ഞ് കിടക്കയിൽ നിന്നും ഒന്ന് എഴുന്നേൽക്കുവാൻ എത്ര പ്രയാസമാണില്ലേ? ഉണർന്നു കഴിഞ്ഞു, എന്നാലും അവിടെ കിടക്കണോ, എഴുന്നേൽക്കണോ, ഇനിയും അല്പം കൂടി കഴിഞ്ഞിട്ട് മതിയോ, അതോ എഴുന്നേൽക്കണോ? എത്ര നേരം ചിന്തിച്ചൊടുവിൽ നാം അവിടെ തന്നെ കിടക്കും. അന്നേരം മനസ്സിൽ വരുന്ന ന്യായീകരണങ്ങളെല്ലാം വീണ്ടും അല്പം കൂടി കിടക്കുവാനുമാണ്. പിശാച് അന്നേരം എത്ര ഭംഗിയായിട്ടാണ് നമ്മുടെ ക്ഷീണത്തെക്കുറിച്ചും നാം വിശ്രമിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും നമ്മെ മനസ്സിലാക്കി തരുന്നത്, ഇല്ലേ? അങ്ങനെയൊരു സമയത്തെ, അങ്ങനെയൊരു സാഹചര്യത്തെ അതിജീവിക്കുവാനുള്ള ചില കരുതൽ നടപടികൾ ഞാൻ പറയാം. ഇത് ശ്രദ്ധിച്ചാട്ടെ. ഒന്നാമത്, നാം നേരത്തെ ഉറങ്ങുവാൻ പോകണം. അനേകർക്കുമുള്ള ഒരു പ്രശ്നമാണ്, അവർ വളരെ താമസിച്ച് ഉറങ്ങുവാൻ പോകൂ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. താങ്കൾ വളരെ താമസിച്ച് ഉറങ്ങുവാൻ പോകുമ്പോൾ വൈകുന്നേരത്തെ ഭക്ഷണം കഴിച്ചതിന് ശേഷം നിങ്ങൾ ഉറങ്ങുവാൻ പോകുന്നത് വരെയുള്ള സമയത്ത് അർത്ഥവത്തായിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത്? സാധാരണ വീടുകളിൽ കൂടുതലും സമയം ടിവിയുടെ മുൻപിൽ ഇരുന്ന് കളയുക മാത്രമാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും വിനോദങ്ങൾ. ഉറക്കം വരില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ഉപാധിയെങ്കിൽ അത് നിങ്ങളുടെ ഒരു ശീലമായിപ്പോയി. ഇനിയും നിങ്ങൾ അല്പം നേരത്തെ ഉറങ്ങുവാൻ പ്രാർത്ഥനയോടുകൂടെ ശ്രമിക്കുക. അനേകരും രാത്രിയിൽ 12 മണി വരെയും 1 മണി വരെയും എന്തെങ്കിലുമൊക്കെ കണ്ടും വെറുതെ സംസാരിച്ചും സമയം കളയാറുണ്ട്. നമുക്കെങ്ങനെയാണെങ്കിലും 5 മണിക്കൂറെങ്കിലും ഉറക്കം ആവശ്യമാണല്ലോ. 4 മണിക്ക് എഴുന്നേൽക്കുവാൻ നാം പരിപാടിയിട്ട് ഉറങ്ങുവാൻ 1 മണിക്ക് പോയാൽ സാധിക്കില്ല. അത് തീർച്ചയായും നമുക്ക് സാധിക്കുന്ന ഒരു കാര്യമല്ല എന്നതിനാൽ നാം തന്നെ കണക്ക് കൂട്ടി 5 മണിക്കൂറെങ്കിലും ഉറക്കത്തിനു വേണ്ടി എടുത്ത് ഉറങ്ങുവാൻ പോകുക. അതാണ് ഒന്നാമത്തെ കാര്യം. നാം ഓരോ ദിവസവും ധ്യാന സമയത്തിനു വേണ്ടി, അതെ, ദൈവശബ്ദം കേൾക്കുന്നതിനു വേണ്ടി ഒരുങ്ങുന്നത് അതിന്റെ തലേദിവസമാണ്. പ്രഭാതത്തിൽ തക്ക സമയത്ത് ഉണരുവാൻ താങ്കൾ നേരത്തെ ഉറങ്ങുവാൻ പോകുക. വളരെയേറെ കാര്യങ്ങൾ രാത്രിയിൽ ചെയ്തു തീർക്കുവാനുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തീരുമാനിക്കുവാൻ സാധിക്കും. ഞാൻ സാധാരണ ആളുകളിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് പറഞ്ഞത്.
2, ഉണർന്നു കഴിഞ്ഞാൽ ഉടനെ എഴുന്നേൽക്കുക. പിന്നെ കിടക്കുവാൻ ഒരുങ്ങരുത്. എഴുന്നേൽക്കണമോ വേണ്ടായോ എന്ന് തീരുമാനിക്കുവാനും നാം കിടക്കരുത്. എഴുന്നേറ്റിട്ട് ആ കാര്യം തീരുമാനിക്കുവാൻ അങ്ങ് ചിന്തിച്ചാൽ മതിയാകും. ഉണർന്നു കഴിഞ്ഞാൽ ഉടനെ എഴുന്നേൽക്കുക. അവിടെ പിന്നെ കണക്കുകൂട്ടലുകൾ ആവശ്യമില്ല. ഞാൻ 1 മണിക്കൂർ കൂടി കിടന്നാൽ ഇന്നിന്ന കാര്യങ്ങൾ ഇന്ന് പകല് ഇന്ന വിധത്തിലൊക്കെ ക്രമീകരിക്കാം എന്ന് ചിന്തിച്ച് നാം കിടന്നാൽ നാം നഷ്ടപ്പെടുത്തുവാൻ പോകുന്നത് ദൈവശബ്ദം കേൾക്കുവാൻ ദൈവം തരുന്ന സമയമാണ്. 3, ധ്യാന സമയത്തെ തട്ടിത്തെറിപ്പിക്കുവാൻ കഴിവുള്ളവരെ നാം സൂക്ഷിക്കുക. അതിനുവേണ്ടി പിശാച് കൊണ്ടുവരുന്ന വിധങ്ങൾ നാം മനസ്സിലാക്കുക. ഓരോരുത്തർക്കും ഓരോ വിധത്തിലാകാം. അതെന്ത് എന്ന് മനസ്സിലാക്കി അതിനെ നാം തീർച്ചയായും കൈകാര്യം ചെയ്തേ മതിയാകും. ഒടുവിലായി തിരുവചനം ധ്യാനിച്ചുകൊണ്ട് ഉറങ്ങുവാൻ പോകുക. ഈ കാര്യം പ്രത്യേകം ഓർക്കണം. തിരുവചനം ധ്യാനിച്ചുകൊണ്ട് ഉറങ്ങുവാൻ പോകുക. അനേകരും മറ്റു പലതും ധ്യാനിച്ചുകൊണ്ടും മറ്റു പലതും കണ്ടുകൊണ്ടും ആകുന്നു ഉറങ്ങുവാൻ പോകുന്നത്. തന്മൂലം വളരെ അവർ വ്യാകുലപ്പെട്ടും ഭാരപ്പെട്ടുമാകുന്നു ഉറങ്ങുന്നത്. പ്രഭാതത്തിൽ ദൈവശബ്ദം കേൾക്കുന്നതിന്, ദൈവവചനം വായിക്കുന്നതിന് ഒരു ഉന്മേഷവും തോന്നാറില്ല. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നാം പ്രത്യേകം ശ്രദ്ധിച്ചാൽ ജീവിതത്തെ ഒരു ചിട്ടയിൽ കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കും. ഇനിയും വേറൊരു പ്രശ്നം, കഷ്ടപ്പെട്ട് ഒരു സമയം വേർതിരിച്ചാൽ തന്നെ ഒരു ഉന്മേഷവുമില്ല, ഒരു താല്പര്യം തോന്നാറില്ല. ഒരു ചടങ്ങ് മാത്രമായി ഈ വായനയും പ്രാർത്ഥനയും തീരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? അനേകരും ചോദിക്കുന്നൊരു ചോദ്യമാണ്. എന്തുകൊണ്ട് ഒരു ഉന്മേഷവുമില്ല? ദൈവത്തിന്റെ വചനമാകുന്ന ബൈബിൾ വായിക്കുമ്പോൾ ഒരു താല്പര്യവും തോന്നാറില്ല. പിന്നെ വായിച്ചു 1, 2, 5, 10 അധ്യായങ്ങൾ വായിച്ചു, കൂടുതൽ വായിച്ചു എന്നത് മാത്രമാണ് ആകെയും പോകുകയും ഉള്ള ഒരു താല്പര്യം. അതുകൊണ്ട് എന്താണ് പ്രയോജനം? ഇത് നാം വളരെ ശ്രദ്ധിക്കണം. കാരണം നാം അതിൽ നിന്നും എത്രയധികം അനുഗ്രഹം പ്രാപിക്കുന്നു അത്രയധികം താല്പര്യം നമുക്ക് പിറ്റേ ദിവസം ഉണ്ടാകുന്നത്. എന്തുകൊണ്ടൊരു ഉന്മേഷവുമില്ല? എന്തുകൊണ്ടാണ് ഒരു വരണ്ട അവസ്ഥ, മുരടിച്ച അവസ്ഥ? ഒന്നാമത്തെ കാരണം നമ്മുടെ ജീവിതത്തിൽ അനുസരണക്കേട് ഉണ്ടാകാം എന്നുള്ളതാണ്. ഇതിനു മുൻപ് ദൈവം തന്റെ വചനത്തിലൂടെ നമ്മോട് സംസാരിച്ച കാര്യങ്ങൾ നാം ഇതുവരെ അനുസരിച്ചിട്ടില്ല. അതുകൊണ്ട് പുതുതായി ഒന്നും നമുക്ക് ലഭിക്കുന്നില്ല. ഈ കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അനേകരും ദൈവശബ്ദം കേൾക്കുവാനായി, പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുവാനായി, കേൾക്കുവാനായി താൽപര്യപ്പെട്ട് ദൈവസന്നിധിയിൽ വരും. എന്നാൽ അവർ ഒരു കാര്യം മറന്നുപോയി. ഇതിനു മുൻപ് ദൈവം അവരോട് സംസാരിച്ച കാര്യങ്ങൾ അവർ മറന്നുകളഞ്ഞു, അല്ലെങ്കിൽ അവഗണിച്ചു. ആരോടെങ്കിലും ക്ഷമ ചോദിക്കുന്നതായിരിക്കാം ദൈവാത്മാവ് നിങ്ങളോട് ഇന്നലെ സംസാരിച്ചത്. പക്ഷേ നിങ്ങൾ അതിനൊരു ന്യായീകരണം കൊണ്ടുവന്ന് അതിൽ നിന്നും മാറി നിൽക്കുന്നു. ഒരുപക്ഷെ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തു തീർക്കുവാനായിരിക്കും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിച്ചത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു സ്വഭാവത്തെക്കുറിച്ചായിരിക്കും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിച്ചത്. അതിനോട് നിങ്ങൾ എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങൾക്ക് ദൈവവചനം വായിക്കുവാനുള്ള താല്പര്യവും ഉന്മേഷവും. 1, അനുസരണക്കേട്. 2, ശാരീരിക അവസ്ഥ. അനേകർക്കും ഉന്മേഷമില്ലാത്തതിന്റെ കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ രാത്രിയിൽ വളരെ ഏറെ നേരം ഉറക്കളച്ചിരുന്ന് ശരീരം ക്ഷീണിച്ചു കഴിഞ്ഞാൽ നാം എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടിരുന്ന് ദൈവവചനം വായിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ശരീരത്തിന്റെ അവസ്ഥ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ നമുക്കെന്തെങ്കിലും രോഗമോ ബുദ്ധിമുട്ടോ ആകുന്നുവെങ്കിൽ അതും ദൈവവചനം വായിച്ച് മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും അനുസരിക്കുവാനും തടസ്സമായിരിക്കാം. 3, തിടുക്കത്തിൽ അനേകം കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുന്നു. അല്ലേ? എങ്ങനെങ്കിലും അരമണിക്കൂർ ദൈവവചനം വായിച്ച് പ്രാർത്ഥിച്ച് അടുത്ത കാര്യത്തിലേക്ക് പോകുവാൻ. ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ മനസ്സിലുള്ളത് ഇന്നെന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഞാൻ പറയട്ടെ, അങ്ങനെ ദൈവവചനം വായിച്ചതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ദൈവവചനം വായിക്കുവാനും പഠിക്കുവാനും പ്രാർത്ഥിക്കുവാനും നാം ഇരിക്കുമ്പോൾ അതോടൊപ്പം നാം ഒരു നോട്ട് ബുക്കും കൂടി സൂക്ഷിക്കുക. വേറെ ചിന്തകൾ വരുന്നത് അതിനകത്ത് എഴുതി വെച്ചിട്ട് ഇനിയും പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം, എന്റെ ഈ ധ്യാന സമയം കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിനെ നോക്കിക്കൊള്ളാം എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ മുൻപോട്ട് പോകുക. തിടുക്കത്തിൽ അനേക കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കരുത്. വേറൊരു കാര്യം യാന്ത്രികമായി തോന്നുന്നു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ,
ഒരു ഉന്മേഷവുമില്ലാത്ത അവസ്ഥ, യാന്ത്രികമായി തോന്നുന്നു, ഒരു ചടങ്ങ് പോലെ മാത്രം ചെയ്യുന്നതായ ഒരു കാര്യം. ഇനിയും നിങ്ങൾ ഓരോ ദിവസവും പ്രാപിക്കുന്നത് മറ്റുള്ളവരുമായി പങ്കിടാത്തതുകൊണ്ടും നിങ്ങൾക്ക് ഈ ഉന്മേഷമില്ലായ്മ ഉണ്ടാകാം. ഇന്ന് രാവിലെ നിങ്ങൾ ദൈവവചനം വായിച്ചപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചതായ അനുഗ്രഹീതമായ അനുഭവങ്ങൾ തീർച്ചയായും നിങ്ങൾ മറ്റുള്ളവരുമായി പങ്കിടണം. അങ്ങനെ പങ്കിടുമ്പോൾ അത് കൂടുതൽ മനസ്സിലാക്കുവാനും കൂടുതൽ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാനുമുള്ള ഒരു ഉന്മേഷമായി, ഒരു താൽപര്യമായി നിങ്ങളിൽ പരിണമിക്കും. അതുകൊണ്ട് നിങ്ങൾ പ്രാപിച്ചത് മറ്റുള്ളവരുമായി പങ്കിടുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപക്ഷെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ പോയി പ്രസംഗിക്കുവാൻ സാധിച്ചില്ലെന്ന് വന്നേക്കാം. നിങ്ങളുടെ കുടുംബത്തിലുള്ളവരോട് നിങ്ങൾക്ക് പങ്കിടുവാൻ സാധിക്കും. കുഞ്ഞുങ്ങളോട്, ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട്, ഇന്ന് ദൈവം എന്നോട് ഇങ്ങനെ സംസാരിച്ചു, ഞാൻ ഇങ്ങനെയാണ് തീരുമാനിച്ചത്. നിങ്ങൾ ജോലി ചെയ്യുന്ന രംഗങ്ങളിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോട് നിങ്ങൾക്ക് പങ്കിടുവാൻ സാധിക്കും. എന്തെല്ലാം പറഞ്ഞാണ് നാം സമയം വെറുതെ കളയുന്നത്? എന്നാൽ ദൈവം നിങ്ങളോട് സംസാരിച്ച കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവരുമായി പങ്കിടുമ്പോൾ അവർക്കത് അനുഗ്രഹമാകും. വേറെ ഒരു പ്രശ്നം ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ കഴിയാത്ത അവസ്ഥയാകുന്നു. ഇതും വളരെ പ്രായോഗികമായി നാം ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. തത്വശാസ്ത്രം പറഞ്ഞു പോയതുകൊണ്ട് ആർക്കും ദൈവവചനം പഠിക്കുവാൻ സാധിക്കില്ല. പ്രായോഗികമായ വിഷയങ്ങളെ കൈകാര്യം ചെയ്തേ മതിയാകൂ. നിങ്ങൾ ഈ വിഷയത്തിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ എനിക്ക് എഴുതുവാൻ മറക്കരുത്. തീർച്ചയായും ആ കാര്യത്തിൽ വേണ്ടതായ ഉപദേശങ്ങൾ നൽകി നിങ്ങളെ സഹായിക്കുവാൻ ഞാൻ തയ്യാറാണ്. ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ കഴിയാത്ത അവസ്ഥ നാം തന്നെ കൈകാര്യം ചെയ്യണം. ഒരുപക്ഷെ പകുതി ഉറക്കത്തിലായിരിക്കും നിങ്ങൾ ദൈവവചനം വായിക്കുന്നത്. അതുകൊണ്ട് ശരിയായി ഉണരുവാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. ആവശ്യമെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് കുളിച്ച് ദൈവവചനം വായിക്കുവാനായിട്ടിരിക്കുക. താങ്കൾക്ക് തന്നെ കേൾക്കുവാൻ കഴിയുന്ന ശബ്ദത്തിൽ ദൈവവചനം വായിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ, ശരിയായ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ച്. അതുപോലെ തന്നെ നിങ്ങൾ അങ്ങനെ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ, മറ്റുള്ളവർക്ക് ശല്യമുണ്ടാക്കാത്ത വിധത്തിലൊരു സ്ഥലം നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ കേൾക്കുവാൻ കഴിയുന്ന ശബ്ദത്തിൽ വായിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു നോട്ട്ബുക്ക് വെച്ച് മറ്റു കാര്യങ്ങൾ ഓർമ്മയിൽ വരുന്നുവെങ്കിൽ അത് പിന്നീട് ചിന്തിക്കാം എന്ന് വെച്ച് അതിൽ എഴുതി വെക്കുക. ഈ കാര്യങ്ങൾ നാം ചെയ്തു കഴിഞ്ഞാൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കും. ഓർക്കണം, നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങളിൽ നാം എത്രമാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാറുണ്ടല്ലേ? പ്രത്യേകിച്ച് വിനോദങ്ങളിൽ എന്തുമാത്രം ശ്രദ്ധ നാം കേന്ദ്രീകരിക്കാറുണ്ട്. എന്നാൽ അതിനേക്കാളൊക്കെ നമുക്ക് ശാശ്വതമായ അനുഗ്രഹവും നമ്മുടെ ജീവിതത്തെ ഏറ്റവും അർത്ഥവത്വമാക്കി തീർക്കുന്ന ദൈവശബ്ദം കേൾക്കുന്നതിൽ നാം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല എങ്കിൽ എത്ര വലിയൊരു തെറ്റാണ് നാം ചെയ്യുന്നത്. ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ കഴിയാത്ത അവസ്ഥയെ നാം കണ്ടുപിടിച്ച് അതിനെ പോക്കി ദൈവശബ്ദം കേൾക്കുവാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ അനേകർക്കുമുള്ള വേറൊരു പ്രശ്നം നിരാശപ്പെട്ടു പോകുന്ന അവസ്ഥയാണ്. മറന്നുപോകരുത്, പിന്മാറ്റത്തിന്റെ ഒന്നാമത്തെ പടിയാണ് പ്രതിദിന ധ്യാന സമയം നഷ്ടപ്പെടുത്തുന്നത്. ദൈനംദിനം ദൈവവചനം വായിക്കുകയും ദൈവശബ്ദം കേൾക്കുകയും ചെയ്യാത്ത ഒരു വ്യക്തി അധികം താമസിയാതെ ദൈവശബ്ദം ഒട്ടും കേൾക്കുന്നതിന് താല്പര്യമില്ലാത്ത വ്യക്തിയായിത്തീരും. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, പ്രിയ യുവാവേ, യുവതിയെ, കുഞ്ഞുങ്ങളെ, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശീലമാക്കുക. ദൈവവചനം വായിക്കുക, പഠിക്കുക, അതിൽ താല്പര്യം കാണിക്കുക. അതിനെ തടസ്സപ്പെടുത്തുന്ന എന്തിനേയും അതിജീവിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രമിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യാം. അതിന് സമയം വേർതിരിക്കുക, ശ്രദ്ധിച്ച് ദൈവവചനം പഠിക്കുക. നിരാശപ്പെട്ടു പോകേണ്ട കാര്യമില്ല. ഇന്ന് ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് അത് ചെയ്യുവാൻ സാധിച്ചില്ല എങ്കിൽ നിരാശപ്പെടേണ്ട. പ്രാർത്ഥിക്കുക, ദൈവസന്നിധിയിലേക്ക് ചെല്ലുക. ദൈവം അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു തരും. എങ്ങനെ ഈ പ്രശ്നത്തെ അതിജീവിക്കാം, ഈ തടസ്സങ്ങളെ? ഞാൻ കഴിഞ്ഞ ചില ദിവസങ്ങളായി ധ്യാന സമയത്തിന്റെ പ്രത്യേകതകളും അതിന്റെ പ്രാധാന്യതയും അത് ചെയ്യേണ്ട വിധങ്ങളുമൊക്കെ പറഞ്ഞു. എന്നാൽ തടസ്സങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ഈ പറഞ്ഞതൊക്കെ വെറും കടലാസിൽ എഴുതി സൂക്ഷിക്കുക മാത്രം ചെയ്യുകയാണ്. എങ്ങനെ നമുക്കിതിനെ അതിജീവിക്കുവാൻ സാധിക്കും? ഒന്ന്, ദൈവവുമായി ഒരു ഉടമ്പടി ചെയ്യുക. ഗൗരവമായ ഒരു ഉടമ്പടി ചെയ്യുക. ഉടമ്പടി എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, ദൈവത്തോട് പറയുക, ദൈവമേ, എന്തു വന്നാലും എല്ലാ ദിവസവും ഞാൻ
അവിടുത്തെ ശബ്ദം, അവിടുത്തെ ആലോചന കേൾക്കുവാൻ സമയം വേർതിരിക്കുന്നതാണ്. ഗൗരവമായി തന്നെ ഞാൻ ആ സമയം ചെലവഴിക്കുന്നതാണ്. ഈ ഒരു ഉടമ്പടി നാം ചെയ്യുക. സർവശക്തനായ ദൈവവുമായി നാം ചെയ്യുന്ന ഉടമ്പടി എത്ര ഗൗരവമാകുന്നു എന്ന കാര്യം മറന്നുപോകരുത്. 2, നാം പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ കാണുവാൻ പോകുന്ന ഗൗരവം വെച്ച് പ്രതിദിനം അതിനുള്ള സമയം വേർതിരിക്കുക. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ഏതെങ്കിലും ഒരു അസുഖമായി നാം ഒരു ഡോക്ടറെ കാണുവാൻ രാവിലെ 10 മണിക്ക് ചെല്ലും, അല്ല ചെന്നാൽ കാണാം എന്നുള്ളത് തിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ, അതിനൊരു അപ്പോയിന്റ്മെന്റ് നാം വാങ്ങിച്ചു കഴിഞ്ഞാൽ, എങ്ങനെയാണെങ്കിലും ഈ പറയുന്ന സമയത്തിന് മുൻപേ നാം അവിടെ ചെന്നിരിക്കും, ഇല്ലേ? നമുക്കൊരു കാര്യം സാധിക്കുവാൻ നാം എത്ര ഗൗരവത്തോടെയാണ് മറ്റുള്ളവരെ കാണുന്നത്. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മോട് പറയുവാൻ ദൈവവുമായി ഒരു അപ്പോയിന്റ്മെന്റ് നാം ഓരോ ദിവസവും എടുക്കുമ്പോൾ അതിനെ നാം എത്ര ഗൗരവമായി കാണേണ്ടതായിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ, ഇവനേക്കാൾ പ്രധാനപ്പെട്ട ഒരു വ്യക്തി ലോകത്തിൽ വേറെ ആരാണുള്ളത്? നമ്മുടെ ജീവിതത്തിൽ വേറെ ആരാണുള്ളത്? എത്ര ലാഘവത്തോടുകൂടിയാണ് അനേകരും ആരാധനയിൽ സംബന്ധിക്കുന്നത്. എത്ര ലാഘവത്തോടുകൂടിയാണ് അനേകരും ദൈവവചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. തീർച്ചയായും അവിടുന്ന് നമ്മുടെ സ്നേഹവാനായ പിതാവാണ്. അതൊരിക്കലും നാം ചൂഷണം ചെയ്യുവാൻ പാടില്ല. ആ സ്നേഹം നമുക്കവൻ തന്നിരിക്കുന്നത് നാം വളരെ ശ്രദ്ധയോടുകൂടെ അവനെ ആരാധിക്കേണ്ടതിനും അവനിൽ നിന്ന് പഠിക്കേണ്ടതിനും അവനെ അനുസരിക്കേണ്ടതിനുമായിട്ടാണ്. പിന്നെ പിശാചിന്റെ വേലകളും ആക്രമണവും നാം എപ്പോഴും പ്രതീക്ഷിച്ചിരിക്കണം. അത് വരും എന്നുള്ള കാര്യം നാം പ്രത്യേകം ഓർക്കണം. നാം ദൈവവചനം വായിക്കുവാൻ, പഠിക്കുവാൻ, ധ്യാന സമയത്തിനായി ഇരുന്നു കഴിയുമ്പോൾ എന്തെല്ലാം തടസ്സങ്ങളാണ് വരുന്നത്. അത് ന്യായമായ തടസ്സങ്ങൾ. എന്നാൽ നാം ഒരു ദിവസം അതിന് വഴങ്ങിക്കഴിയുമ്പോൾ മറന്നുപോകരുത്, പിറ്റേ ദിവസം അത് കുറെ കൂടി എളുപ്പമായി പിശാച് കൊണ്ടുവരും. അതുകൊണ്ട് പിശാചിന്റെ വേലകളും ആക്രമണവും നാം പ്രതീക്ഷിച്ചിരുന്ന് അതിനെ പ്രാർത്ഥനയോടുകൂടെ നേരിടണം. ഇനിയും വളരെ പ്രാവർത്തികമായ വേറൊരു കാര്യം കൂടെ പറയട്ടെ. പ്രഭാതത്തിൽ വായിക്കുവാനുള്ള ഭാഗം തുറന്നു വെച്ചിട്ട് നാം ഉറങ്ങുവാൻ പോകുക. തയ്യാറെടുത്തിട്ട് വേണം നാം ഉറങ്ങുവാൻ പോകുവാൻ. നാം ബോധപൂർവം അതിന് തയ്യാറാകാത്തിടത്തോളം ഒരിക്കലും നമുക്ക് ആ ചിട്ടയിൽ വരുവാൻ സാധിക്കില്ല. ദൈവം സംസാരിക്കുന്നത് കേൾക്കുന്നതാണ് നമ്മുടെ അനുഗ്രഹം. അത് നമ്മെ കേൾപ്പിക്കാതിരിക്കുന്നതാണ് പിശാചിന്റെ തന്ത്രം. ഇത് നാം മറന്നുപോകരുത്. ദൈവം സംസാരിക്കുന്നത്, ദൈവത്തിന്റെ ആലോചന ശ്രദ്ധിക്കുന്നതാണ് നമ്മുടെ അനുഗ്രഹം. അത് നമ്മെ കേൾപ്പിക്കാതിരിക്കുന്നതാണ് പിശാചിന്റെ തന്ത്രം. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ദൈവശബ്ദം നമുക്ക് കേൾക്കാം, ദൈവവചനം പഠിക്കാം. നാം മുൻപോട്ട് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള പുസ്തകങ്ങൾ, ഓരോ അധ്യായങ്ങൾ, ഓരോ വാക്യങ്ങൾ ക്രമമായി എല്ലാ ദിവസവും പ്രഭാതത്തിൽ പഠിക്കുവാൻ പോകുകയാണ്. നാം ഒരു തീരുമാനമെടുക്കാം. ഈ ചെലവഴിക്കുന്ന അരമണിക്കൂർ സമയം അത് ക്രമമായി ഞാൻ ചെയ്യുന്നതാണ്. നിങ്ങളിൽ പലരും വളരെയധികം ത്യാഗത്തോടുകൂടി അത് ശ്രദ്ധിക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അടുത്ത 5 വർഷങ്ങൾ ദൈവം നമുക്ക് തരുന്നുവെങ്കിൽ ക്രമമായി നമുക്ക് പഠിക്കുവാൻ സാധിക്കും. എന്നാൽ അത് നിങ്ങളുടെ ധ്യാന സമയമല്ല എന്ന കാര്യം ഞാൻ പ്രത്യേകം ഓർപ്പിക്കട്ടെ. ജീവസന്ദേശ പഠനം നിങ്ങളുടെ ധ്യാന സമയത്തിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു പഠനം മാത്രമാണ്. എന്നാൽ ധ്യാന സമയം നിങ്ങൾ ദൈവസന്നിധിയിൽ വ്യക്തിപരമായി ചെലവഴിക്കുന്ന സമയമാകുന്നു. അത് ചെയ്യുവാൻ മറക്കരുത്. അതിനുവേണ്ടി നിങ്ങളുടെ വിശപ്പൽപ്പം കൂട്ടുവാൻ മാത്രം സഹായിക്കുന്ന ഒന്നാണ് ജീവസന്ദേശ പഠനം. ദൈവത്തിന്റെ ആത്മാവ് തുടർന്നുള്ള പഠനങ്ങളിൽ നമ്മെ സഹായിക്കട്ടെ. നാളെ മുതൽ നാം ഉൽപ്പത്തി പുസ്തക പഠനം ആരംഭിക്കുകയാണ്. ഇതിനു മുൻപ് പല പ്രാവശ്യം നിങ്ങൾ ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ പുതിയ പഠനം. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ സ്നേഹിതരെ കൂടി അത് കേൾപ്പിക്കുവാൻ, അവരെ ശ്രദ്ധിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുമല്ലോ. പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് തരുന്ന വിലപ്പെട്ട ആലോചനകൾക്കായി സ്തോത്രം. അവിടുത്തെ വചനം പഠിക്കുവാൻ ഈ ദിവസങ്ങളിൽ നീ ഞങ്ങൾക്ക് തന്ന പ്രോത്സാഹനത്തിനായി സ്തോത്രം. കർത്താവെ, പ്രതിദിനം ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിന്റെ വചനത്തിന് പ്രാധാന്യം കൊടുത്ത് പഠിക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ഈ ആലോചനകൾ ശ്രദ്ധിച്ച എല്ലാവർക്കായും സ്തോത്രം.
നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ശേഷിക്കുന്ന ആയുസ്സിന്റെ ഓരോ ദിനങ്ങളും കർത്താവെ നിന്നിൽ നിന്ന് ശ്രദ്ധിച്ച് നീ പറയുന്നത് അനുസരിച്ച് ജീവിപ്പാൻ അവരെ സഹായിക്കണമേ. ഞങ്ങൾക്ക് തന്നതായ ഈ നല്ല ദിവസത്തിനായി സ്തോത്രം. കർത്താവെ, തിരുവചനം ഞങ്ങൾ പഠിക്കുവാൻ ആരംഭിക്കുമ്പോൾ അവിടുന്ന് ഓരോ ദിവസവും ഞങ്ങളോട് സംസാരിക്കണമേ. പഠിപ്പിക്കുന്നതായ അടിയനെ അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിർത്തണമേ. കേൾക്കുന്നതായ നിന്റെ കുഞ്ഞുങ്ങൾ ആത്മാവിനാൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം അവിടുത്തെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് കേൾക്കുവാൻ തക്കവണ്ണം ഇടയാക്കണമേ. ദൈവകൃപ ഞങ്ങളെ നിറച്ചാട്ട്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. വചനം നൽകിയിടേണം ഐശ്വര്യമായ അടിയർക്കു നാഥ, നിൻ സ്വരം കേൾപ്പിക്കണം സമൃദ്ധമായ അടിയരെ നാഥ. നിൻ വചനം നൽകിയിടേണം ഐശ്വര്യമായ അടിയർക്കു നാഥ, നിൻ സ്വരം കേൾപ്പിക്കണം സമൃദ്ധമായ അടിയരെ നാഥ. ഇരുവായ്ത്തലയുള്ള വാളേക്കാളും മൂർച്ചയേറും നിൻ വചനത്താൽ, ഇരുവായ്ത്തലയുള്ള വാളേക്കാളും മൂർച്ചയേറും നിൻ വചനത്താൽ, വെട്ടിമാറ്റണം ആഫലശിഖരങ്ങൾ, ചെത്തിവെടുപ്പാക്കൂ കൊമ്പുകളെ. വെട്ടിമാറ്റണം ആഫലശിഖരങ്ങൾ, ചെത്തിവെടുപ്പാക്കൂ കൊമ്പുകളെ. നിൻ വചനം നൽകിയിടേണം ഐശ്വര്യമായ അടിയർക്കു നാഥ, നിൻ സ്വരം കേൾപ്പിക്കണം സമൃദ്ധമായ അടിയരെ നാഥ. ജീവസന്ദേശം